പുറത്തുനിന്നൊരു ശബ്ദം കേട്ടത്? അത് ഒരു തേങ്ങ വീണ ശബ്ദമാ. എന്നാലും ശബ്ദത്തിനൊരു വ്യത്യാസമുള്ള പോലെ. എത്ര കാലമായി തെങ്ങ് കയറാൻ ഒരാളെ നോക്കാൻ പറയുന്നു. തേങ്ങ ഉണങ്ങി നിലത്ത് വീഴാൻ തുടങ്ങി. ഒരുത്തനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. 4 തേങ്ങ ഇടാൻ വരാൻ പറഞ്ഞിട്ടേ ഇന്നേക്ക് ആഴ്ച 4ആയി. അതിനുശേഷം പരവന്റെ തല ഈ ഭാഗത്ത് പൊങ്ങിയിട്ടില്ല. നിങ്ങൾക്കൊന്ന് പോയി വരാൻ പറഞ്ഞാലെന്താ? നോക്കട്ടെ. നോക്കട്ടെ, ഇത് ഈ വർഷം എങ്ങനെ നടക്കുമോ? ഞാനെന്ത് ചെയ്യാനാടി? ആളെ കിട്ടണ്ടേ? എടാ, തേങ്ങ പറിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ നിന്റെ അറിവില്? അമ്മയോട് പറഞ്ഞാ മതി. അതെന്താടാ, നിന്റെ അമ്മക്ക് തെങ്ങ് കയറാൻ അറിയുമോ? അതല്ല, അമ്മ അച്ഛനോട് വഴക്ക് കൂടുമ്പം അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, നിന്റെ അമ്മയോട് സംസാരിക്കാൻ നിന്നാ തല പറിച്ച് കയ്യെത്തിരുമെന്ന്. എടോ, ആ തെങ്ങ് കയറുന്ന കുറുപ്പിന്റെ വീടേതാ? അത് കുറച്ച് ദൂരെയാ. ആള് അവിടെ തന്നെ കാണുമോ? കാണും, പക്ഷേ തേങ്ങ ഇടാനാണെങ്കിൽ വരുമെന്ന് തോന്നുന്നില്ല. അതെന്താ, അവൻ കയറ്റം നിർത്തിയോ? അതല്ല, രാത്രി പണിയെടുക്കുന്നതിന്റെ ക്ഷീണം കാണും. അപ്പൊ പിന്നെ പകൽ ഉറക്കമായിരിക്കും. ഓഹോ, അപ്പം രാത്രിയാണോ അവൻ ജോലിക്ക് പോകുന്നത്? അതെ, പക്ഷെ തെങ്ങിന്റെ ഉടമസ്ഥൻ പറഞ്ഞിട്ടായിരിക്കില്ലെന്ന് മാത്രം. ദൈവമേ, ഇനിയിപ്പോ എന്തു ചെയ്യും? തേങ്ങ ഇടാനാണെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിലെ മുത്തുവിനെ കണ്ട് പറഞ്ഞാ മതി. ഓഹ് ഓഹ്. പോയിട്ടെന്തായി? എന്താകാനാ, 4 തേങ്ങ ഇടാൻ ഞാൻ അവനോട് വരാൻ പറഞ്ഞപ്പം അവൻ പറയുകയാ ഓട്ടോ പിടിച്ചു വരാൻ. എന്നാ നിങ്ങൾക്ക് ഓട്ടോ പിടിച്ച് വന്നാലെന്താ? എടീ, ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് നടക്കുന്നതിനേക്കാൾ ഏറെ നടക്കാനുണ്ടടി അവിടുന്ന് ഓട്ടോ സ്റ്റാൻഡിലേക്ക്. പോരാത്തതിന് അവിടുന്ന് ഇതുവരെ ഓട്ടോ കാശ് എത്രയാവുമെന്നാ നിന്റെ വിചാരം? പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? നീ കണ്ടോ? എടീ, നീ 4 തേങ്ങയല്ലേ ചോദിച്ചത്? ഇതാ, ഇത് 40 എണ്ണമുണ്ട്. എന്നാലും മനുഷ്യ, നിങ്ങൾക്കിത് എങ്ങനെ സാധിച്ചു? ഞാൻ ആ തെങ്ങ് അങ്ങ് മുറിച്ചു.